ഹായ് ഇഷു, നീ എന്ത് ചെയ്യാ? കഥ എഴുതേ, വേഗം എഴുതിക്കോ. കഥന്റെ ഹെഡ്ലൈൻ എന്താ? ഇലത്തോണിയിലെ കുഞ്ഞിപ്പൂച്ചകൾ. ഇലത്തോണിയിലെ കുഞ്ഞിപ്പൂച്ചകൾ, അതാണ് നമ്മളെ ഹെഡ്ലൈൻ വരുന്നത്. അവർക്ക് വീക്കെൻഡിൽ സ്റ്റോറി കൊടുക്കും എഴുതാൻ. അത് ഇരുന്ന് എഴുതുകയാണ് ഐസ. നമുക്ക് ഈവനിങ് ഒരു വൈക്ക് പോവാണ്ട്, അപ്പോൾ എഴുതാളൊക്കെ പെട്ടെന്ന് എഴുതിക്കാണ്. നീ ഈവനിങ് എന്താ പരിപാടി ഈസ? മമ്മന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ മമ്മൻ്റെ വീട്ടിൽ പോവാല്ലേ? നമുക്ക് എന്താ സർപ്രൈസ് കൊടുക്കുന്നത്? കവായ് സ്റ്റിക്കർ ആണല്ലോ നമുക്ക് സർപ്രൈസ് കൊടുക്കുന്നത് അല്ലേ? വേഗം ഫാസ്റ്റ് ആയിട്ട് എഴുതിയാൽ വേഗം പോവാം. വൃത്തിയിൽ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ റൈസ് ചെയ്യിക്കും. നിങ്ങൾക്ക് അതേമാതിരി 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അതേമാതിരി വീക്കെൻഡിൽ ഓരോ പിക്ചർ തരും. അത് വെച്ച് സ്റ്റോറി ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ മക്കൾക്ക് ഉണ്ടാവാറുണ്ടോ? കമൻറ്റ് ചെയ്യും. ഐഷു എഴുതുകയാണ്. വൃത്തിയിൽ എഴുതണം. ഐഷുവിന് എന്താ പറയാണ്ടോ? മമ്മന്റെ പോലെയുള്ള കവായ് സ്റ്റിക്കർ ഉണ്ടാവല്ലോ. ഞങ്ങൾ ഈവനിങ് മമ്മൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ അനുസരിച്ചിട്ടിരിക്കുമല്ലോ. വേണ്ട, ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇട്ടിട്ടില്ലല്ലോ. ഒരു റഫായിട്ട് ഒരു പിക്ചർ തന്നിട്ട് അതിലൊരു സ്റ്റോറി ഒരു പറഞ്ഞു തരും. അത് നോക്കി ജസ്റ്റ് ഒരു റഫ് നോട്ട് എഴുതി കൊടുത്താൽ ഓരിരുന്ന് എഴുതിക്കോളും. അങ്ങനെയാണ് ചെയ്യാറ്. കുഞ്ഞിപ്പൂച്ചകൾ നടക്കുകയായിരുന്നു, അവിടെയാണ് ഫുൾ സ്റ്റോപ്പ് വരുന്നത്. താത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. താത്തിക്ക് പിന്നെ എഴുതാനും പഠിക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് താത്തിക്ക് പിന്നെ ആവുന്നില്ല അല്ലേ? നമുക്ക് ഐഷു എഴുതി കഴിഞ്ഞിട്ട് കാണാം അല്ലേ? ഹെഡ്ലൈൻ ഞാൻ എഴുതിയതാട്ടോ. ബാക്കി അതാ എഴുതുന്ന 2 കുഞ്ഞിപ്പൂച്ചകൾ സ്റ്റോറി ആയിരുന്നു. ആ പിക്ചറായിരുന്നു കിട്ടിയത്. അത് വെച്ചിട്ടൊരു സ്റ്റോറി. ഫിനിഷ് ആവാനായ ഐഷു? ഏകദേശം ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഫുൾ ഫിനിഷ് ആയിട്ട് നമ്മൾ വായിച്ചു തരുന്നുണ്ട്. ലൈസോ അയച്ചു കൊടുക്കൂലേ? ഇല്ലേ? എന്താ അത് കുറവാണ് ഗൈസ്. വായിച്ചോളൂ. വേഗം എഴുത്, ഫാസ്റ്റ് ആയിട്ട് എഴുതും. ഓ ആയിക്കോട്ടെ. 100 സമയം എടുക്കുമല്ലോ കുഞ്ഞാവൊക്കെ എഴുതാനല്ലേ? എൻ്റെ മുളച്ചൊക്കെ എഴുതിയതാണ് 3 ലൈൻസ്. കണ്ടോ ഗൈസ്, പാവുണ്ട് അല്ലേ? ഏകദേശം 2 വരെയും കൂടിയേ ഉള്ളൂ ഐഷുവിനെ എഴുതാൻ. ഏതെഴുതാം? കുഞ്ഞിക്കിളിക്ക് എഴുതാം. ശ്രദ്ധിക്കും. സന്തോഷമായി. വൃത്തമാടി. ഏകദേശം ഇതാ ഐഷുവിൻ്റെ ഫൈനൽ റൈറ്റിംഗിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചുതരാം. അതാണ്. അങ്ങനെ ഐഷുവിൻ്റെ റൈറ്റിംഗ് കഴിഞ്ഞു. കണ്ടോളൂ. അവൾ എഴുതി കഴിഞ്ഞോ? കൈ വേദനിച്ചോ? അതിൻ്റെ ഇടയിൽ എന്നോട് പറയുന്നുണ്ട് കൈ വേദനിക്കുന്നുണ്ട് എന്നൊക്കെ. കുഴപ്പമില്ല, വേഗം ഇരുന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. അവൾ എഴുതി ഫിനിഷ് ചെയ്തു. നമുക്ക് ദാഹിക്കുന്നു പതുക്കെ. ഇനി ചിത്രം വരയ്ക്കണ്ടേ? 2 പൂച്ച കുഞ്ഞിൻ്റെ തോണിയോ? പൂച്ച കുഞ്ഞി തോണിയിരിക്കണോ? വരയ്ക്കണ്ടേ? ഇനി അത് വരയ്ക്കല്ലോ. എന്നാൽ നമ്മളത് വരച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഐ ഫോട്ടോ അയച്ചുതരാം. ഓക്കെ ആണ് ഗൈസ്. പൂച്ചയും 2 പൂച്ചക്കുട്ടികളുണ്ട്. കരിമ്പൂച്ചയും മറ്റേ പൂച്ചയുടെ ഓറഞ്ച് പൂച്ചയാണ് കേട്ടോ. 2 ആളാണ് ഫ്രണ്ട്സ്. പിന്നെ ഒരു പക്ഷി മുന്നിൽ കൂടെ പറക്കുന്നുണ്ട്. നിങ്ങൾ ബാക്കി ഞങ്ങൾ ഓടിച്ചെടുത്തോളി.